നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുണ്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് നിയമത്തെ പറ്റിയാണ്. അതായത് ഇസ്ലാമിക് ലോ എന്നൊരു വിഷയത്തെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ മിലാദ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ ആ മിലാദ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സർവ്വസ്വാതന്ത്ര്യമാണ് മനുഷ്യൻ്റെ. കാരണം അതിൻ്റെയൊക്കെ ഉപജ്ഞാതാവിൻ്റെ ജന്മദിനമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഈ തരുണത്തിൽ നമ്മളിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇസ്ലാമികമായ നിയമം ലോകത്ത് അത് നടപ്പാക്കിയതിന് ശേഷം വന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പല രാജ്യത്തും പല നിയമങ്ങളും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ അവർ വന്നപ്പോൾ ആ നിയമം എഴുതി വച്ചത് അവരാണ്, ഇന്ത്യൻ പീനൽ കോഡ്. അതിൻ്റെ പേര് ഇപ്പോൾ അടുത്ത കാലത്ത് മാറ്റി ഇന്ത്യൻ ഭാരതീയ നിയമ സംഹിത എന്നാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ അതിപ്പോഴും ആ ബ്രിട്ടീഷ് ഗവൺമെൻറ് എഴുതിയ നിയമമാകുന്നു, അല്ലാതെ ഒരു എക്സ്ട്രാ നിയമമല്ല. പക്ഷേ ഗാന്ധിജി പറയുകയുണ്ടായി ആരോട്? അംബേദ്കറോട്. സ്വാതന്ത്ര്യത്തിന് ശേഷം നിയമം എഴുതുമ്പോഴോ ഗാന്ധിജി പറഞ്ഞു, അദ്ദേഹം പറയുന്നു, അംബേദ്കറെ കണ്ടുകൊണ്ട്, മിസ്റ്റർ അംബേദ്കർ, എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അവിടെ വിരാജിക്കുന്നൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം പ്രസ്തുത ഇസ്ലാമിക് നിയമം പോലെ ആവണം കേട്ടോ എന്ന്. കാരണം അത് പെർഫെക്റ്റാണ് എന്നതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറയാൻ കാരണം. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ആ നിയമപ്രകാരം ഈ ലോകം മുഴുവൻ നിയമങ്ങൾ എഴുതിയ ശേഷം ഇസ്ലാം അതിഭയങ്കരമായ യുദ്ധക്കൊതിയന്മാരും രാജ്യം വെട്ടിപ്പിടിക്കുന്നവരുമാണെന്നുള്ള കിംവദന്തി ഒഴിച്ചു നിർത്തിയാൽ ആ നിയമസംഹിത ലോകത്ത് മുഴുവൻ പരന്നതിന് ശേഷം ക്രൂരമായ രീതിയിലുള്ള, അതായത് റോമാക്കാരും മറ്റും ഇസ്രയേലികളെയും ക്രിസ്ത്യാനികളെയും ചെയ്തു കൂട്ടിയിരുന്ന പോലുള്ള യുദ്ധങ്ങൾ, അതികൊടുമ്പിരി കൊണ്ടിട്ടുള്ള നാട്ടുരാജ്യങ്ങളുടെ യുദ്ധങ്ങളോ പിന്നെ രക്തച്ചൊരിച്ചിലോ നിർത്താൻ കാരണം ഇസ്ലാമിക നിയമമാകുന്നു. എന്നാൽ ആ ഇസ്ലാമിക നിയമം പിന്നീട് ലോകം മുഴുവൻ പരന്നു പന്തലിച്ച ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതുവരെ ഒരു രാജ്യവും സംസാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അറബ് ലോകം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പ്രത്യേക കൂറും മമതയും കാണിക്കുമ്പോൾ തന്നെ അദ്ദേഹം മറ്റുള്ള രാജ്യത്തെ കടന്നാക്രമിക്കുന്ന ഒരു രീതി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വാസ്തവം തന്നെയാണ്. കാരണം ഇവിടെ ഇസ്ലാം മതം വരുന്നേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ ക്രിസ്തു മതം വരുന്നേക്കാൾ മുമ്പ് വന്ന മതക്കാരുടെ ചില ബാക്കി പത്രങ്ങളാണ് മേൽപ്പറഞ്ഞ യഹൂദന്മാർ എന്ന് പറയുന്നത്. ഈ യഹൂദന്മാരെയും ജൂതന്മാരെയും ഒന്നും ഇസ്ലാമിക വർഗം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? ചെയ്തത് ക്രിസ്ത്യാനിറ്റികൾ തന്നെയാണ് ജൂതന്മാർ. ഇപ്പോൾ പക്ഷേ ഈ ജൂതന്മാർ പിന്നെ പക പോക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്നുള്ളത് പരമയാഥാർത്ഥ്യമാണ്. അതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് അതിന് മേൽക്കൈയെടുത്തിട്ട് അവരെ അക്കാലത്ത് പിന്നെ അവിടെ കൊണ്ട് സ്ഥാപിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടല്ല. അഥവാ ഇങ്ങനെ സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ? അതുമല്ല. ഇവിടെ ഇപ്പം മുസ്ലിങ്ങളെ അടിച്ച് അമർത്തുക എന്നുള്ളൊരു രീതി കൈക്കൊണ്ടു എന്നത് അതിൻ്റെ ഒരു പ്രസ്ഥാനമല്ല. കാരണം ഓപ്പോസിറ്റ് ആരായാലും ശരി അവരെ അടിച്ചൊതുക്കി രാജ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ മറ്റൊരു ലക്ഷ്യവും അവിടെ കാണാനില്ല. ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം തങ്ങൾക്കൊരു ചക്രവാളം വേണമെന്നും അതിവിശാലമായൊരു പ്രവിശ്യ വേണമെന്നും കരുതി കൂട്ടിക്കൊണ്ടുള്ള ആക്രമണം, അല്ലാതെ ജീവിച്ചു പോകാനുള്ള ആക്രമണമായിട്ട് ഇതിനെ കാണാൻ സാധ്യമല്ല. അപ്പോൾ ഇത് ഒരു കാട്ടാള നിയമമാണ് ഈ കാലത്ത്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം
സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിജി ലോകം മുഴുവൻ നടന്നിട്ട് പിന്നെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം മറക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അന്യരാജ്യങ്ങളിലൊക്കെ പോയാൽ ഗാന്ധിജിയുടെ പിന്നെ പ്രത്യേകത നമുക്ക് മനസ്സിലാവണമെങ്കിൽ അന്യരാജ്യങ്ങൾ നമ്മൾ സന്ദർശിക്കണം. അവിടെയൊക്കെ ഗാന്ധിജിയെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവിടെ ഒരുപാട് പ്രതിമകളും അതുപോലെ തന്നെ അവർ ഏറ്റവും ആദരിക്കുന്ന മനുഷ്യനായിട്ടും എന്തിന് അമേരിക്കയിൽ വരെ അതിനുള്ള ഒരു സ്പോട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു റസൂല് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ലോകം മുഴുവൻ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു എന്നുള്ളതിന് പ്രാധാന്യമാണത്. അപ്പോൾ അതിനെ പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ പ്രസ്തുത ഒരു നിയമം ലോകം മുഴുവൻ വ്യക്തമായ രീതിയിൽ വേണമെന്ന് ഇസ്ലാം അതിന് മുമ്പ് തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിലുള്ള നല്ല വശങ്ങൾ മുഴുവൻ ഇന്ത്യൻ നിയമത്തിലേക്ക് വന്നുകൊള്ളട്ടെ എന്ന് ഗാന്ധിജി പറയാൻ കാരണം. അതേതാ ഒരു നിയമം എന്ന് പറഞ്ഞാൽ സ്ത്രീധന വിരുദ്ധ നിയമമാണ്. സ്ത്രീധന നിരോധന നിയമം ഇസ്ലാം കൊണ്ടുവന്നതാണ്. അത് ഇന്ത്യയിലേക്ക് പകർത്തിയത് ഗാന്ധിജി പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും തന്നെ പറയാറില്ല. എല്ലാവർക്കും തമാശയാണ് ഇഷ്ടം, ആ തമാശയിൽ കൂടെ പോകുന്നു എന്ന് മാത്രം. നമുക്ക് എപ്പോഴും തമാശ പോരെ, കുറച്ചൊക്കെ കാര്യങ്ങൾ വേണ്ടേ, എന്നാലേ മനസ്സിലാവുള്ളൂ ആരാണ് എന്താണെന്ന്. നമ്മൾ വീണ്ടും ഈ അധപതനത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു രേഖയും അല്ലെങ്കിൽ ഒരു രീതിയും നമ്മളിതുവരെ കണ്ടിട്ടില്ല. കാരണം ഇവിടെ ഒരു നിയമമില്ലേ ലോകത്ത്. മനുഷ്യന് കൊന്നുകൂട്ടുന്നതിന് ഒരു നിയമം വേണ്ടേ? അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ അവരൊക്കെ കണ്ടമാനം ആയുധമുണ്ട്, അതുകൊണ്ട് നമ്മൾ പേടിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു രീതിയാണ് ലോകം കൈക്കൊണ്ടുള്ളത്. അല്ലെങ്കിൽ അത് അവിടെ മരിച്ചോട്ടെ, പിന്നെന്താ, ഇപ്പം ഇവിടെ യുദ്ധമൊന്നുമില്ലല്ലോ. യുദ്ധം എന്നുള്ളത് തെറ്റാണെന്ന് ഗാന്ധിജി പറഞ്ഞു. അതിന് ആയുധം വിൽപ്പനയും തെറ്റാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഇപ്പോൾ നമ്മളെ ഇന്ത്യ തന്നെ ആയുധങ്ങൾ നിർമ്മിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യയും ചെയ്യുന്നു. അതിന് ഇന്ത്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുതിയ സാമ്പത്തിക നിലവാരങ്ങൾ, പുതിയ എക്കണോമിക്സ്, അതൊക്കെ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചട്ടി ഉടഞ്ഞെങ്കിലല്ലേ പിന്നെ ഉണ്ടാക്കിയാൽ വിൽക്കാൻ പറ്റും. ഈ ഒരു പൊസിഷൻ തന്നെയാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു പൊസിഷനിലൂടെ തന്നെയാണ് പിന്നെ ഈ പ്രസ്തുത ഇസ്രായേൽ വരുന്നതും. അന്ന് സംഭവിച്ചത് എന്താണ്, പഴയ കാലത്ത് റസൂലിൻ്റെ കാലത്ത് ഒരുപാട് മതങ്ങളുണ്ടായിരുന്നു. ആ മതങ്ങൾക്കൊന്നും നിലനിൽപ്പില്ലാത്ത കാരണം അവരെല്ലാം ഇസ്ലാമായി തീർന്നെങ്കിൽ ഈ നിലനിൽപ്പും പേറി പിന്നെ ഒരു എക്സ്ട്രാ ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ജൂത പിന്നെ ചിന്താഗതി ഒരു വംശഹത്യ തന്നെയല്ലേ. അതെന്തുകൊണ്ട് ശക്തമായി ആരും തന്നെ വിമർശിക്കുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുക. എന്തിനാണ് ഒരുപാട് ദൈവങ്ങളോ? ഒന്നൊരിക്കൽ ഇന്ത്യയിൽ ഒരൊറ്റ ദൈവം, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നതും ദൈവമായിരിക്കുന്നതുമായ ഒരു ദൈവം, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം. ഇതിപ്പോൾ എക്സ്ട്രാ ദൈവമായില്ലേ? അപ്പോൾ ആയുധം കിട്ടുന്നവരുടെ കയ്യിലൊക്കെ ദൈവവും ഉണ്ടാകുമോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്ത് തോന്നുന്നു? ആയുധമുള്ളവരുടെ കയ്യിലൊക്കെ ഓരോ ദൈവവും ഉണ്ടാകുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ? ഉണ്ടാവില്ല. അതായത് ആയുധമാണ് അവരുടെ അള്ളാഹു, അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റും ശരിയും ഉണ്ട്. അപ്പോൾ ആ ശരിയുടെ കൂടെ നിൽക്കാൻ തയ്യാറുള്ളവർ കമൻറ്റിൽ വിവരം അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത് ഒരു രാജ്യത്തെ ആക്രമിച്ച് പിടിക്കുന്നതിൽ ഇസ്ലാം ഒരിക്കലും തന്നെ അതിനെ പിന്നെ ഇത് ചെയ്യുന്നില്ല, അതായത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പണ്ട് കാലത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് ഇസ്ലാമിക സ്വാതന്ത്ര്യത്തിന് ശേഷം, ലോകം മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ മുമ്പ് ഇസ്ലാമികമായ സ്വാതന്ത്ര്യം മക്കയിൽ വാങ്ങിക്കൊടുത്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി യത്നിച്ചവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം കൊടുയുദ്ധത്തിന് ഇസ്ലാമികൾ അംഗീകരിക്കുന്നില്ല. അതാണ് അറബികൾക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല, അവരുടെയൊക്കെ ആയുധം ഉണ്ടായിട്ട് എന്താ കാര്യം, അങ്ങനെയൊന്നും പറയരുത്. ഇസ്ലാമും മനുഷ്യനെ കൊല്ലാൻ അനുവദിക്കുന്നില്ല. മനസ്സിലായില്ലേ? കാരണം ഒരു ദൈവം മറ്റു മനുഷ്യനെ കൊല്ലാൻ ആരെങ്കിലും പറയും? അപ്പോൾ അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മറ്റേ നെതന്യാഹുവിന് കണ്ടമാനം ആയുധമുണ്ട് എന്നല്ല. അപ്പോൾ അതിന് ഞാൻ വിമർശിക്കുകയാണ്. കാരണം അത് ഇസ്ലാമികമായ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ തെറ്റാണ്, വംശഹത്യയാണ്. രാജ്യം വലുതാക്കാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ
അത് ഒരിക്കലും തന്നെ സാധ്യമല്ല. പരമാധികാരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടിപ്പോൾ നമ്മൾക്ക് പാകിസ്ഥാൻ അങ്ങ് നിരത്തിയിട്ട് പാകിസ്ഥാനിൽ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂ. നമ്മളേതായിരുന്നല്ലോ പാകിസ്ഥാൻ. സാധ്യമല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. പിന്നെ മര്യാദക്ക് നിന്നില്ലെങ്കിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ അടിയുണ്ടാവും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിന്ന് യാതൊരു ആക്രമണവും നടക്കാതെ തന്നെ അടിച്ചമർത്തുന്നത് അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്തവർക്ക് നന്ദി. അതുപോലെ മറ്റുള്ളവർക്ക് വീഡിയോ